ഹലോ, വെൽക്കം ടു ഡി എ സൊല്യൂഷൻസ് ആക്കിയ ട്യൂട്ടോറിയൽ. ഈ വീഡിയോയിൽ നമുക്ക് ഒരു ലോയൽറ്റി എങ്ങനെ ഒരു കസ്റ്റമർക്ക് മാപ്പ് ചെയ്യുക, ആ മാപ്പ് ചെയ്തിട്ട് അതെങ്ങനെ റിഡീം ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് വെബിൽ സാക്കി ഓപ്പൺ ചെയ്യാം. കസ്റ്റമർ സെലക്ട് ചെയ്യാം. അവിടെ എഡിറ്റ് എന്നുള്ളത് കാണാം. എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ താഴോട്ട് എനേബിൾ ലോയൽറ്റി പ്രോഗ്രാം എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ ലോയൽറ്റി പ്രോഗ്രാം ഏതാണെന്ന് സെലക്ട് ചെയ്യാം. സേവ് കൊടുക്കുന്നു. അപ്പോൾ ഒരു കസ്റ്റമർക്ക് നമ്മൾ ലോയൽറ്റി പ്രോഗ്രാം മാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് POS ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഒരു ലോയൽറ്റി പ്രോഗ്രാം സെറ്റ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി സാക്കി ഓപ്പൺ ചെയ്യുന്നത്. സാക്കിയിൽ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ലോയൽറ്റി എന്നുള്ളത് കാണാം. ലോയൽറ്റിയിൽ ന്യൂ എടുക്കുന്നത്. ഫസ്റ്റ് ഒരു പ്രോഗ്രാം നെയിമാണ്, ഒരു മൺസൂൺ ഫെസ്റ്റ് എന്നുള്ളൊരു നെയിം കൊടുത്തിട്ടുണ്ട്. അടുത്ത സ്റ്റാർട്ടിങ് ഡേറ്റ് ആണ്, എൻഡ് ഡേറ്റ് അപ്പോൾ ഒരു 30 കൊടുത്തിട്ടുണ്ട്. അടുത്ത ഈ പോയിന്റ് ഏർണിംഗ് റൂൾ സെറ്റ് ചെയ്യാണ്ട്. ഓക്കെ, അപ്പോൾ ഒരു 1 rupees മുതൽ 5000 rupees വരെ ഈച്ച് 100 rupeesന് ഒരു പോയിന്റ്. ഓക്കെ, അടുത്തൊരു ക്രൈറ്റീരിയ ആഡ് ചെയ്യാണ്. 5000 rupees മുതൽ 10,000 rupees വരെ ഈച്ച് 100 rupeesന് 2 പോയിന്റ്. ഓക്കെ, അങ്ങനെ ഒരു 2 ക്രൈറ്റീരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത റിഡംഷൻ റൂൾ സെറ്റ് ചെയ്യാനാണ്. ഓക്കെ, ഒരു പോയിന്റിന് എത്ര രൂപയാണെന്നുള്ളതാണ്. ഓക്കെ, ഞാനിപ്പോൾ 1 രൂപ കൊടുക്കുന്നുണ്ട്. റിഡംഷൻ സ്റ്റാർട്ടിങ് ഡേറ്റ് ഏത് ഡേറ്റ് ആണ്, എൻഡ് ആവുന്ന ഡേറ്റ് ഏതാണെന്നുള്ളത് കൊടുക്കുന്നത്. ഓക്കെ, അടുത്ത മിനിമം റിഡംഷൻ പോയിന്റ് സെറ്റ് ചെയ്യാനാണ്. ഓക്കെ, ഞാനിതൊരു 100 പോയിന്റാണ് മിനിമം റിഡംഷൻ പോയിന്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, സേവ് കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു ലോയൽറ്റി പ്രോഗ്രാം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു കസ്റ്റമർക്ക് ഒരു 3 ഐറ്റം ഇപ്പോൾ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു കസ്റ്റമർക്ക് ഒരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്ത് ഇനി അടുത്തൊരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ആ ലോയൽറ്റി നമുക്ക് റെഡ്യൂം ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. സെയിം കസ്റ്റമർ ചൂസ് ചെയ്ത് ഇവിടെ നമുക്ക് ഈ ഒരു സ്റ്റാറിൽ ക്ലിക്ക് ചെയ്താൽ ആ കസ്റ്റമർക്ക് എത്ര ലോയൽറ്റി പോയിന്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. താഴോട്ട് കാണാം ലോയൽറ്റി എന്നുള്ളത് കാണാം. അത് ക്ലിക്ക് ചെയ്യാം. 144 ആണ് ഈ കസ്റ്റമർക്കുള്ള ലോയൽറ്റി എമൗണ്ട് വരുന്നത്. ഗോ ടു സ്പ്ലിറ്റ് പേയ്മെന്റ് കൊടുക്കുന്നത്. റെഡ്യൂം. ബാക്കി എമൗണ്ട് ക്യാഷ് ആണോ കാർഡ് എന്താ ചൂസ് ചെയ്തിട്ട് റെക്കോർഡ് പേയ്മെന്റ് കൊടുക്കുന്നു. ഇവിടെ കാണാം ലോയൽറ്റിയിൽ എത്ര എമൗണ്ട് വന്ന്, കാർഡിൽ എത്ര എമൗണ്ട് വന്ന് കാണാം. കംപ്ലീറ്റ് സെയിൽ. ഇപ്പോൾ ഒരു ഇൻവോയ്സ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കസ്റ്റമർക്ക് നമ്മളൊരു ലോയൽറ്റി പ്രോഗ്രാം മാപ്പ് ചെയ്തിട്ട് അവർക്ക് ഇൻവോയ്സ് ചെയ്യുന്നതും അത് റെഡ്യൂം ചെയ്യുന്നതും ഈ ഒരു രീതിയിലാണ്. ഓക്കെ, താങ്ക് യു.